അടുത്തത് അനുമോൾ ഔസേബാണ്. അനുമോളിന് ശേഷം ജസ്നെ ലാൻ തോമസ്. നമസ്കാരം സർ. ആദ്യമായി എനിക്ക് നടപ്പാക്കേണ്ട പദ്ധതികളുടെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത് സ്പോർട്സ് സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് വേണ്ടത് കളരിയാണ് സാർ. കരാട്ടയോ കുംഫോ ഒന്നുമല്ല. ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കളരി അക്കാഡമിക്സിൽ നടപ്പാക്കണം. കാരണം അത് സ്ത്രീകളുടെ സെക്ഷൽ ലൈഫിനും ഹെൽത്തി ലൈഫിനും ബ്യൂട്ടി ലൈഫിനും എല്ലാം ഗുണകരമാണ്. സെക്കൻഡ് പോയിന്റ്, ഐ ആം ബ്ലീഡിങ് ഫോർ മൈ 5th ഡേ. ഇന്ന് ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ സാധനമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ കൂടെപ്പിറപ്പുകളും നമ്മൾ 3 പെൺകുട്ടികളാണ്. അപ്പോൾ ഭയങ്കര ചെലവാണ് ഇതിന്. ഒട്ടും ഹൈജീനിക്കും അല്ല. യൂട്രസ് ക്യാൻസറിന് വരെ കാരണമായേക്കാം. എൻ്റെ ഫാദർ ക്യാൻസർ പേഷ്യൻ്റ് ആണ്. 7 കീമോ വരെ കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് കൃത്യമായി അറിയാം. യൂട്രസിലല്ല കേട്ടോ, ലാർജ് ഇൻഡസ്ട്രിയിലാണ്. മൂന്നാമതായി, വെർണാക്കുലർ ലാംഗ്വേജ് ഹയർ എഡ്യൂക്കേഷനിൽ നടപ്പാക്കണം. അതായത് ഇംഗ്ലീഷ് മാത്രം പോരാ, മറിച്ച് മലയാളം കൂടെ ഹയർ എഡ്യൂക്കേഷനിൽ കൊണ്ടുവന്നാൽ നന്നായിരിക്കും. 4ാമത്തെ പോയിന്റ്, ലൈബ്രറികൾ ആവശ്യമാണ്. അതോടൊപ്പം ലൈബ്രറിയൻസിന് സ്കൂളുകളിൽ കോളേജുകളിൽ നല്ല ലൈബ്രറിയൻസ് ഉണ്ടാവട്ടെ. എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം, എപ്പോൾ വായിക്കണമെന്ന് അവർ പറഞ്ഞു കൊടുക്കട്ടെ. 5ാമതായി ഒരു ചോദ്യമാണ് സാർ. എന്തുകൊണ്ടാണ് കേരളത്തിലൊരു ലേഡി CM ഉണ്ടാവാതെ പോയത്? ഉണ്ടാവട്ടെ, അത് അങ്ങനെ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അവസാനമായി ഒരു കാര്യം കൂടെ. 91ാം വയസ്സിൽ മരിച്ച എൻ്റെ അപ്പൻ്റെ അപ്പൻ പറയുമായിരുന്നു, കാര്യേഷു മന്ത്രി കരുണേഷു ദാസി രൂപേഷു ലക്ഷ്മി ക്ഷമയാ ദരിദ്രി സ്നേഹേഷു മാതാ ശൈനേഷു വേശ്യ സൽക്കർമ്മ നാരി കുലധർമ്മ പത്നി. അങ്ങനെയാവട്ടെ കേരളത്തിലെ എല്ലാ സ്ത്രീകളും. നന്ദി, നമസ്കാരം.